ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് ഫെബ്രുവരി 15 ശനിയാഴ്ച, എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു വിശേഷമുണ്ട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഇന്ന് 11ാമത്തെ വർഷമാണ്. ദൈവം ഈ ഒരു 11 വർഷം ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിന് ഓരോ നിമിഷവും നമ്മൾ നന്ദി പറയുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ 2 കുഞ്ഞുങ്ങളുണ്ടായി. ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം നേരുന്നു. പിന്നെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇവിടെ പാർട്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളൊരു കേക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ വേറെ ആരെയും വിളിക്കുന്നൊന്നുമില്ല. അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഇച്ചിരി നല്ല ഒരു ബിരിയാണി സംതിങ് ഉണ്ടാക്കണം എന്നാണ് ഇന്നത്തെ എൻ്റെ ഒരു പ്ലാന് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ നല്ല തണുപ്പും കാര്യങ്ങളുമാണ്. വലിയ പ്രത്യേകിച്ച് വെയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിന്ന് അവധിയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു 11 വർഷം ദൈവം നമ്മളോട് കാണിച്ച് ഓരോ കാര്യത്തിനും നന്ദി പറയുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയൊരു വിവാഹ ഫോട്ടോയും ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ വിവാഹ ഫോട്ടോ. അപ്പോൾ 11 വർഷം മുന്നത്തെ ഒരു വിവാഹ ഫോട്ടോയാണിത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ എനിക്ക് എന്നാ പറയണ്ടേ, ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടൊരു പാട്ട് പാടണം തോന്നി. അതുകൊണ്ട് ഞാൻ പാട്ട് പാടി അത് ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് ഞാൻ വലിയ ഗാനകോകിലമൊന്നുമല്ല, എനിക്കറിയാവുന്ന പോലെ പാട്ട് പാടി. അതിനകത്ത് ശ്രുതിയും താളവും എല്ലാം പോയിട്ടുണ്ട്. അതൊന്നും ആരും മൈൻഡാക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്നു. പിന്നെ ഇവിടെ സ്കൂൾ അവധിയൊക്കെ ആയി. അപ്പം പിള്ളേരൊക്കെ എൻജോയ് ചെയ്യുന്നു, ടി വി കാണുന്നു, പിന്നെ മുറ്റത്ത് കളിക്കുന്നു. പിന്നെ ഇവിടെ ഒരു മുയലിനെ മേടിച്ചിട്ടുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കളിക്കുന്നു. കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. ഇന്നിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. മഴയൊക്കെ പെയ്ത് കിടക്കുക കേട്ടോ. ഇതുണ്ടോ, നല്ല തണുപ്പാണ് അടിച്ചു കയറുന്നത്. ഇപ്പം നമ്മുടെ കുളത്തിൽ ഇങ്ങനെ മീനുകളൊക്കെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. ഞാൻ അന്ന് പറഞ്ഞ പോലെ, മറ്റൊരു വീഡിയോ പറഞ്ഞ പോലെ, ഇവർ തണുപ്പത്ത് ഇവരിങ്ങനെ ഒത്തിരി ഓടത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു 10-15-16 മീനുണ്ട്. കുറേ എണ്ണം അപ്പുറത്തോട്ട് മാറി കിടപ്പുണ്ട് കേട്ടോ. ഇതുങ്ങളെല്ലാം ഒരു സ്ഥലത്ത് തന്നെ, ഇവരുടെ എനർജി കീപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയുള്ളൂ എല്ലാവരും കൂടെ. അതാണ് ഈ കാണുന്നത് കേട്ടോ. തിരുനാമകീർത്തനം പാടുവാനില്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അപദാനമിപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. തിരുനാമകീർത്തനം പാടുവാനില്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അവതാരമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. പുലരിയിൽ ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുലരിയിൽ ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർ കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർ കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമകീർത്തനം പാടുവാനില്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അപദാനമിപ്പോഴും ആല
ചുംബിച്ചില്ലെങ്കിൽ ആധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഇവിടെ ഇപ്പം ഏകദേശം ഒരു 8:45 ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇന്നിങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇനിയിപ്പം ഉച്ചയൊക്കെ ആകുമ്പോൾ ഒന്ന് പുറത്ത് പോകണമെന്ന് ഒരാഗ്രഹമുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് വിശേഷങ്ങളോ കാര്യമായിട്ടുള്ളൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.